മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടിട്ടില്ലേ? രാജീവ് ഗാന്ധി അദ്ദേഹം RSSന്റെ ദേവരശുമായി ചർച്ച നടത്തി എന്തിനാ? 84 തെരഞ്ഞെടുപ്പിൻ്റെ വില ഓർക്കുന്നുണ്ടോ? പറയണോ? അതുപോലെ ബഹുമാനപ്പെട്ട AK ആന്റണി RSSകാരോട് ചർച്ച നടത്തി. അതുകൊണ്ട് അജിത് കുമാറിനാവാമെന്നാണോ? എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് അജിത് കുമാറിനാവാമെന്നാണോ? അജിത് കുമാർ എന്ന് ഞാൻ പറഞ്ഞില്ലോ. ഞാൻ പറയാത്ത കാര്യം പറയണം. അൻവറിന്റെ മറുപടി കിട്ടാത്ത ചോദ്യമാണ് എന്തുകൊണ്ട് അജിത് കുമാർ ഇത്രയും ദിവസമായി ആ പൊസിഷനിൽ തുടരുന്നു? ആ ചോദ്യത്തിന് മറുപടിയില്ല. RSSുമായി ചർച്ച നടത്തി കുഞ്ഞാലിക്കുട്ടി മാറാട് കടപ്പുറത്ത് കയറേണ്ടതില്ല എന്ന് തീരുമാനിച്ച AK ആന്റണിയെ പോലെ ചർച്ച നടത്താൻ പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു ADGPയും ചർച്ചയ്ക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരാളും ചർച്ചയ്ക്ക് പോകേണ്ട. അയാൾ എന്തിനാ പോയതെന്ന് ചോദിച്ചിട്ട് അയാൾ മാറ്റി നിർത്തി അന്വേഷിക്കാൻ പറ്റുമോ? ഒരു വിജിലൻസ് അന്വേഷണമുണ്ട്. ഒരു നിമിഷം അനിൽകുമാർ, ഒരു വിജിലൻസ് അന്വേഷണമുണ്ട്. അയാൾ ആ പൊസിഷനിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഒരു നിമിഷം അനിൽകുമാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു IPS ഉദ്യോഗസ്ഥൻ ഏത് പൊസിഷനിൽ ഇരുന്നാണ് ആരോപണം നേരിട്ടത് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം നേരിടുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് MR അജിത് കുമാറിന് മാത്രം ലഭിക്കുന്ന പ്രിവിലേജ്. അല്ലല്ല, DGP ആയിരുന്ന DGP സെൻകുമാറിന്റെ ഇവരെല്ലാം കൂടെ വാദിച്ച് ഓർക്കുന്നില്ലേ? ചെന്നിത്തല ആരുടെ കൂടിയായിരുന്നു? സെൻകുമാറിന്റെ കൂടിയായിരുന്നു. എന്റെ ചോദ്യം അതല്ല. ഒരു പൊസിഷനിലിരിക്കെ ഉണ്ടായ ആരോപണത്തിൽ കേസെടുക്കപ്പെട്ട ഒരാൾ അതേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം നേരിടുന്ന കേരളത്തിന്റെ ആദ്യത്തെ സംഭവമാണ് MR അജിത് കുമാർ വിജിലൻസ് അന്വേഷണം നേരിടുന്നു. ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ അന്വേഷണ ഫലം വരണം. അല്ല, കേരളത്തിൽ ആദ്യമായി ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു പൊസിഷനിൽ നിന്ന് നേരിട്ട ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ആ പൊസിഷനിൽ തന്നെ തുടരുന്ന കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് MR അജിത് കുമാർ. മറ്റൊരു ഉദാഹരണം ഉണ്ടെങ്കിൽ പറയാൻ അനിൽകുമാർ, ഞാൻ മാപ്പ് പറയാം. ഒരിക്കലുമില്ല. ഞാനൊരു കാര്യം പറയാം. CPMന്റെ നിലപാട്, ഗവൺമെൻറ് നിലപാട് വ്യക്തമാണ്. ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ നിയമാനുസരണം ചോദിക്കണം. ഇക്കാര്യത്തിൽ ADGPക്കെതിരെ 4 അന്വേഷണം വന്നിരിക്കുകയാണ്. അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ കിട്ടുന്ന അനുസരിച്ച് മാറ്റലായിരിക്കില്ല നടപടി. എന്താണോ അതിന്റെ ഭാഗമായി വരേണ്ടത് അത് വരും. അതെങ്ങനെയാണ് അജിത് കുമാറിന് മാത്രം പ്രിവിലേജ് കിട്ടുന്നത്? അജിത് കുമാറിന് മാത്രം പ്രിവിലേജ് കിട്ടുന്നത് എങ്ങനെയാണ് അനിൽകുമാർ? RSSകാരനെ കണ്ട ADGPക്ക് മാത്രം ആ പ്രിവിലേജ് കിട്ടുന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ ആ പ്രിവിലേജ് അജിത് കുമാറിന് മാത്രം നൽകുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടിയില്ല. അൻവർ ആ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ എല്ലാ മറുപടിയും പറഞ്ഞു എന്ന് പറഞ്ഞ ചോദ്യമാണിത്. മറുപടി കുറവൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേര് പറിച്ചിങ്ങനെ നോക്കുക, ചെടി വളർന്നോ? ഞങ്ങളുടെ നിലപാടതാണ്. ആ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അന്വേഷണ ഫലം വരട്ടെ. വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഒരേ സമയം നേരിടുന്ന MR അജിത് കുമാർ എങ്ങനെ അതേ ചുമതലയിൽ ഇപ്പോഴും തുടരുന്നു? സുജിത് ദാസിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു, മലപ്പുറത്ത് SPയും DYSPയും എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറഞ്ഞു കളഞ്ഞ് എന്നൊന്നും പറഞ്ഞു കളയരുത് പ്ലീസ്. കാരണം പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും അൺആൻസേർഡ് ആണ് അനിൽകുമാർ, അൺആൻസേർഡ് ആണ്, മറുപടി ലഭിച്ചിട്ടില്ല.